കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 105-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല, അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനങ്ങളെ കർത്താവ് മരുഭൂമിയിൽ കൂടെയാണ് നടത്തിക്കൊണ്ടുവന്നത്. അപ്പം മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവന്നപ്പോൾ ശത്രുക്കളും രാജാക്കന്മാരും ഇവർക്ക് എതിർത്ത് വന്നു. പക്ഷേ അവരിൽ നിന്നെല്ലാം ദൈവം ഇവരെന്തെന്നറിയാമോ കാത്ത് അവരെ ശാസിച്ച് ഇവരെ രക്ഷിച്ച് വഴി നടത്തി വന്നു എന്ന് ദൈവം പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ മരുഭൂമി യാത്രയിൽ അന്ന് മിസ്രൈം ദേശത്ത് നിന്ന് കാനാൻ ദേശത്തിലേക്ക് ജനങ്ങൾ യാത്ര തിരിച്ചതുപോലെയാണ് നാം ഈ ലോകത്തിൽ നിന്ന് കാനാനായ സ്വർഗരാജ്യത്തേക്ക് നേരേക്ക് നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് വേദനകളുണ്ട്, കണ്ണുനീരുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഏത് പ്രയാസമായാലും ഞാൻ നിന്നെ കാനാൻ ദേശത്തിൽ കൊണ്ടുപോകുവാൻ ശക്തനായ ദൈവമാണെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് അവർക്ക് ചുറ്റുമിരുന്ന ശത്രുക്കളെ അവൻ ശാസിച്ചു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ നമ്മുടെ ഇരുന്ന ബലം നമുക്ക് പോയിരിക്കും. നമുക്ക് സാമ്പത്തികം കാണത്തില്ല, ആൾബലം കാണത്തില്ല, ഒരു ജോലി കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ല, ഒന്നും കാണത്തില്ല. പക്ഷേ നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്കെന്ന് കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു കളയണ്ട. ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി രാജാക്കന്മാരെ ശാസിച്ച ദൈവം നമുക്കെതിരായി വരുന്ന ഓരോരുത്തരെയും ശാസിച്ച് നിർത്തുവാൻ ശക്തനാണെന്നുള്ള ഒരു ധൈര്യത്തോടു കൂടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾ ആരും പട്ടുപോകാതിരിപ്പാൻ കർത്താവേ അങ്ങയുടെ വലതുകരം പിടിച്ച് നീ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾക്ക് വിരോധമായി വരുന്ന ഏതായുധവും ഞങ്ങളുടെ ദേഹത്ത് പെടാതെ വേണം കർത്താവെ. രാജാക്കളെ ശാസിച്ചതുപോലെ കർത്താവെ, ഹാലേലൂയ, നമ്മൾ ജാതികളെ കർത്താവെ വിരട്ടിയതുപോലെ കർത്താവെ, ഞങ്ങൾക്കെതിരായി വരുന്ന എല്ലാത്തെയും കർത്താവെ അങ്ങ് ശാസിച്ച് വിരട്ടി ഞങ്ങൾക്ക് കർത്താവെ തുണയായി നിന്ന് ഞങ്ങളുടെ രാജ്യം വരെ കഴം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.